നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മോർണിംഗ് ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷത്തിന് മേലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഒക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും കൺസോൾട്ടേഷൻ, അതായത് ലോങ് ഹോൾഡൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ ട്രേഡ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ കൊടുക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൂടാതെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിൽ 1.5 വർഷത്തെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതൊക്കെ മൊത്തത്തിലൊന്ന് പരിശോധിക്കുക. എന്നിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ കൊള്ളാം, നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യാനോ എൻട്രി എക്സിറ്റിനൊക്കെ ഈ ഒരു ചാർട്ട് നല്ലതാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് കാര്യമില്ല, കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക്, ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട്. അതിൽ ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ആണ് നടക്കുന്നത്. ഒരു ബാക്ക് സപ്പോർട്ടാണ്. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായം, ഒരു സപ്പോർട്ട്. എൻട്രി എക്സിറ്റ് ഏരിയ ഞാൻ കറക്റ്റായിട്ടല്ല പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ആണ്. അതൊന്ന് നിങ്ങൾ 2-3 ലൈവ് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യാനോ സ്വസ്ഥമായിട്ട് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാനോ ഡിസിപ്ലിനോടുകൂടി ട്രേഡ് ചെയ്യണോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് അതാത് ലൈവ് റൂമിൻ്റെ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. സമയം 9:07 പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. മാർക്കറ്റ് 52 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത്, നിൽക്കുന്ന മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ലെവലെന്ന് പറഞ്ഞാൽ 24,779 ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. അതും ഫ്യൂച്ചറിൻ്റെ നമുക്ക് നോക്കണം. അപ്പോൾ 24,779 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സപ്പോർട്ടിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 24,773 ഞാൻ മനസ്സിലാക്കി വരച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ലൈവിലുള്ളവരാണെങ്കിലും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഒരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ ഒരു ലൈനൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിടാനും കൂടെ ശ്രമിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഐഡിയ, നമുക്കൊരു 3-4 പ്ലാൻ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ലോവിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,728 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു SMA മുകളിലേക്ക് വരികയും അത് 74,228 ചിലപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും ഈ ഒരു മഞ്ഞ ലൈൻ വന്ന് നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു 24,711 ആ ഭാഗത്തേക്കൊക്കെ മഞ്ഞ ലൈൻ വരുമ്പോൾ 24,728 ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലൈൻ താഴത്തോട്ട് വരാം. അത് 24,645 ഫാൾ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല.
കാരണം ഈ ഒരു SMA ഹിറ്റ് ചെയ്തിട്ട് അത് നേരെ തിരിച്ച് മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ SMA കൂടെ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ താഴത്തോട്ട് ക്ലോസ് ആയാൽ, അതായത് 24,728 അതിൻ്റെ ലോവിലൊരു 24,711 കൂടെ ഉണ്ട്, 705 വേണ്ട, ഒരു 700 റൗണ്ട് ചെയ്ത് കൂട്ടാം. ഏകദേശം ഈ ഒരു ബേസ് വെച്ചിട്ട് 711. അതിൻ്റെ താഴെയും കൂടെ ക്യാൻഡിൽ ഒരു 60% എങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ് 24,645 ഇട്ട് മാർക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ക്രോസ് ഓവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് മേ ബി മുകളിലേക്ക് പോയിക്കൂടായില്ല. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഈ ക്രോസ് ഓവർ കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊപ്പം തന്നെ പോരും. നേരെ മറിച്ച് ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തുന്ന സമയമാണെങ്കിൽ മുകളിലേക്ക് പോകുന്ന ക്യാൻഡിൽസിന് വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ അത് 30 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എന്താണ്, RSI ഇപ്പം നിലവിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ 30 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ വിത്ത് 15 മിനിറ്റ്സ് ക്രോസ് ഓവറും കൂടെ ആയാലേ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള കൺഫർമേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് 5 മിനിറ്റിലാണെങ്കിലും RSI സ്റ്റിൽ മുകളിലോട്ട് പോകാൻ തയ്യാറെടുത്തിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ക്രോസ് ഓവർ 5 മിനിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. 2 മിനിറ്റിലാണെങ്കിലോ 2 മിനിറ്റിലും മാർക്കറ്റ് RSI താഴെ തന്നെയാണ്. അപ്പോൾ മുകളിലോട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്നൊന്ന് ബ്രേക്ക് ചെയ്തു, ഒരു സപ്പോർട്ട് എടുത്തു, സെക്കൻഡ് സപ്പോർട്ട് എടുത്തു, ഇനി തേർഡ് സപ്പോർട്ടിലോ ഫോർത്ത് സപ്പോർട്ടിലോ മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. അപ്പോൾ 24,773 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് 53 പോയിന്റിലാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24,779 പ്ലസ് 52 എന്ന് പറയുമ്പോൾ 24,831 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 24,831. അപ്പോൾ അതിൻ്റെ ഹൈ എത്രയാണ് നിലവിലുള്ളതിൻ്റെ? 24,837 അപ്പോൾ ഇതൊരു ബോക്സാണ്. അതായത് ഇതിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഈ RSI ഇവിടെ ക്രോസ് ഓവർ ആയി മുകളിലോട്ട് പോകുമ്പോൾ ഈ 24,837 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പം അങ്ങനെയാണെങ്കിലും മാർക്കറ്റ് പോയാൽ 24,900 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് നിൽക്കുന്ന ഈ ലെവല്, അതായത് 24,800 എന്നുള്ളൊരു ലെവല് സിയും ബിയും ഒരേപോലെ സെല്ലേഴ്സ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ട്രെൻഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ എൻട്രി എടുത്താലും ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് താൽക്കാലികമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ 24,900, അവിടെ നിന്നും പോയാൽ 25,000 നമ്മുടെ ഒരു ഡ്രീം ലൈനാണത്, 25,000 എന്നുള്ളത്. നേരെ മറിച്ച് ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,700 മാർക്കറ്റ് ഫാൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ രണ്ട് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. തൽക്കാലം നമുക്ക് 2 മിനിറ്റിൽ എവിടം വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചറിലാണെങ്കിലും ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു ബോക്സ് 52,785, 52,440 ഈ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് മൂവ് ചെയ്താലാണ് 15 മിനിറ്റിൽ 53,072 അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ആയാൽ 52,037 മാർക്കറ്റ് ഫാൾ ആവണം. അതർവൈസ് ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ്. ക്ഷമിക്കണം, ഞാനത് ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് അതിലേക്ക് പോയി. സമയം 9:13 നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ്സിൽ ക്രോസ് ഓവറാണ്. ഡൗണിലേക്ക് വന്നാൽ സപ്പോർട്ട് 24,750 അതിന് താഴത്തോട്ട് വന്നാൽ 24,723 സപ്പോർട്ട് എടുക്കണേ.
ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അതൊരു ഫേക്ക് അപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു എൻട്രി മാക്സിമം ഇന്ന് കിട്ടുന്ന എൻട്രീസ് എല്ലാം കോസ്റ്റ് ടു കോസ്റ്റോ ഒക്കെ ഇട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പോയിന്റുകൾ എടുത്തിട്ട് ഇന്ന് സേഫ് ആവാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും. 9:14 സിയുടെ കാര്യത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നമുക്ക് 24,800ൻ്റെ സി സെലക്ട് ചെയ്യാം. കാരണം ഡി കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലുതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. പിയുടെ സ്ട്രൈക്ക് നമുക്ക് 24,800 തന്നെ ചെയ്യാം. കാരണം കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ 9:14 ആവുന്നു. 24,800 സി, 24,800 പി. 2 മിനിറ്റ്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ മാക്സിമം ഒരു അപ്പ് പോയാലും 245 വരെ മാർക്കറ്റ് പോകത്തുള്ളൂ. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. 230 പി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു മൂവ് അപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇത്തിരി ഫാസ്റ്റായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. 230-32 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 35ലേക്കും 35 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ, 240ലേക്കും പോകത്തുള്ളൂ. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഇവിടെ ഒരു ലെവലുണ്ട്. ആ ലെവലാണ് 235. അവിടെയാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ 235 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഒരു 200 എവിടം വരെ പോവാം, 239 വരെയൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉള്ളു. $233 വരെ ആയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ തന്നെയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് താഴത്തോട്ട് വന്നാൽ 200 വരെ ഇത് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. പ്രീവിയസ് ആയിട്ടുള്ള സിയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് എന്തായാലും ഒരു മൂവ് അപ്പ് ഉണ്ടാവും. അപ്പം അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് വെച്ചാൽ 200 ആണ്. ആ സി താഴത്തോട്ട് വന്നാൽ 200 ആണ്. ഇപ്പോഴും മാർക്കറ്റ് പി സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട്, അത് സ്കാൽപ്പിംഗ് ഒക്കെ മാത്രമാണ് താൽക്കാലികമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സിയിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആയിട്ടില്ല. $236 237 ആ ലെവലിൽ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. 237 240ലേക്ക് ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 237 നിൽക്കുന്നത്. 238 കാരണം ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോവിലാണ് ചെന്ന് ഇടിച്ചേക്കണം. അതുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രഗിൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ 238-39 കാരണം അതിൻ്റെ പ്രൈസിലേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യണുണ്ട്, കണ്ടോ? അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. $239, 240, 241, ഇത് ഒരു ലോ ആണ്, ഇവിടെ ഒരു സപ്പോർട്ടാണ്. ഇവിടെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് നമുക്ക് എന്താ ഇത് താഴത്തോട്ട് 200 വരെ മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ 245 എക്സ്റ്റൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറിക്കഴിഞ്ഞാൽ അത്രയും സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോഴും സി സൈഡിലേക്ക് ഡൈവർജൻസ് ആയിട്ടില്ല. പി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ കയറ്റി ട്രെയിൽ ചെയ്ത്
കൊണ്ടുപോയി കഴിഞ്ഞാൽ 243, 244, 245 ഏകദേശം ആ ഒരു റെഡ് ഡോട്ടിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു 210 ഈ ഒരു ലെവൽ 208 താഴത്തോട്ട് വന്നാൽ അടുത്ത ഡൗൺ മാർക്കറ്റ് 199 RSI ഒരു ഹൈവേ സൈഡിലേക്കാണ് കയറുന്നത്. ശരിക്കും 245 ഓൾറെഡി എക്സ്പാൻഷനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും സിയിലേക്കൊരു ഉറപ്പ് മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരു 215 ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരിക്കലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ 201 ആ ഭാഗത്തേക്കാണ് നോക്കി. 245 ആയിട്ടുണ്ട്, 250 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അത് സെക്കൻഡറി ആണ്. നമ്മുടെ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞത് 200 അപ്പോൾ ഏകദേശമൊക്കെ അങ്ങോട്ട് അടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രേഡറിനെ സംബന്ധിച്ച് 230 ബ്രേക്ക് ചെയ്താൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. 30 നിന്നാണെങ്കിലും 15 പോയിൻ്റ് ഓൾറെഡി നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 250 ഭാഗത്തേക്ക് ഏകദേശം ഇത് ഈ ഒരു ലോവിലേക്ക് നമ്മൾ പറഞ്ഞ ആ 200 എന്നുള്ള ലെവലിലേക്കാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. അപ്പം അങ്ങനെ പോയാലും 30 നിന്നാണെങ്കിലും 45 പോയിൻ്റ്, 35 നിന്നാണെങ്കിൽ 10 പോയിൻ്റ്. നമുക്ക് ഒരിക്കലും അങ്ങനെ സ്ട്രഗിൾ എന്തായാലും മാർക്കറ്റിൽ വരും. അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കത്തില്ല. നമുക്ക് ഇതിൽ നോക്കാം. നമ്മുടെ ആ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് സോൺ വരുന്നത് ഈ ഒരു റെഡ് ലൈനാണ്. പിന്നെ ഇതിൻ്റെ ഹയർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. RSI 50 മിനിറ്റ്സിൽ ക്രോസ് ഓവറാണ്. അപ്പോൾ 24,737 നമ്മൾ പറഞ്ഞ ആ ടാർഗറ്റിലേക്കാണ് മാർക്കറ്റ് മുട്ടി അത് വാനിഷായിട്ട് നിൽക്കുന്നത്. അത് സ്ട്രെങ്തനിങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ SMA കൂടെ മാർക്കറ്റ് മുട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, അതായത് ഒന്ന് സേഫ് ആവാൻ, അതായത് ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 10-15 പോയിൻ്റ് കൂടുതൽ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സെറ്റിൽ ചെയ്യുക. നമ്മൾ വലിയ ഹോൾഡിങ്ങിനൊന്നും നിൽക്കരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ 45 പറഞ്ഞെങ്കിലും 48 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് 250 മാർക്കറ്റ് പോകത്തുള്ളൂ. ഒരു ഹൈവേ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും എന്തായ അവസ്ഥ? ഫ്യൂച്ചറിൽ ചെറിയ നോക്കിയ ചെറിയ ഇതാണ്, വലിയ റെഡല്ല. പക്ഷേ ഇൻഡെക്സിൽ നോക്കി വലിയ റെഡാണ് വന്നേക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഒരു SMA ഒക്കെ മുട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു കറക്ഷനോ ഡയറക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് പ്രതീക്ഷിച്ചത്. അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ നല്ല രീതിയിൽ 9.22, 9.30 ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു 10 പോയിൻറ്റിൻ്റെ ലോക്കിങ് നമുക്ക് ഓൾറെഡി വരാറുണ്ട്. ഇപ്പം ഇവിടെ 1, 2, 3, 4 ക്യാൻഡിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. 212, 13 ബ്രേക്ക് ചെയ്യാതെ എന്തായാലും മാർക്കറ്റ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അത് ബ്രേക്ക് ചെയ്താൽ 220 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ RSI ഇവിടെ 2 മിനിറ്റിലൊരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ഭാഗത്ത് 200 ഭാഗത്താണ് നമ്മൾ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത് പറഞ്ഞത്. ആ 200 എന്നുള്ള ഭാഗത്തേക്ക് ഇത് മുട്ടുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 248 വരെ. അപ്പോൾ 45 അത് ലോക്കാക്കി കഴിഞ്ഞാൽ 230 നിന്നാണെങ്കിൽ 15 പോയിൻ്റ്, 235 നിന്നാണെങ്കിൽ 10 പോയിൻ്റ്. ഇനിയിപ്പോൾ ഈ ഒരു ബോട്ട് ജെട്ടി കൂടെ അടുക്കണം. ഇവിടെ SMA താഴെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് 225 ഓൾറെഡി സപ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. RSI ഇവിടെ ക്രോസ് ഓവർ ആവുന്നുണ്ട്. പക്ഷേ ഒരു
213 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ആദ്യത്തെ ഒരു 7 പോയിൻറ്റോ 8 പോയിൻറ്റോ ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 201 നമ്മളൊക്കെ ഒരു എൻട്രി എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. അതേപോലെ തന്നെ 250 മാർക്കറ്റ് ട്രിഗർ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഒരു ട്രിഗർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 249 ബ്രേക്ക് ചെയ്താൽ 50ലേക്കുള്ള ഒരു ട്രിഗർ കിട്ടും. അത് ബ്രേക്ക് ചെയ്താൽ 254 മാർക്കറ്റ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിയിലും എടുത്തു ഓൾമോസ്റ്റ്, അല്ല പിയിൽ ഓൾറെഡി പ്രോഫിറ്റബിളായി. സിയിൽ നമ്മൾ അലർട്ടായിട്ടിരുന്ന് കുറച്ച് നേരത്തെ എൻട്രി എടുത്താൽ കുറച്ച് പോയിന്റ് കിട്ടും. കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളതൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. എവിടെ നമ്മൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ടിരിക്കണം. കൺസോൾട്ടേഷനാണ്, എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് 3 പോയിന്റ് 5 പോയിന്റ് 2 പോയിന്റ് ഒക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കുക. വലിയ ലോങ് ഹോൾഡിന് താൽക്കാലികമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കണം. 9:25 അടുത്ത 5 മിനിറ്റിൽ സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മഞ്ഞ ലൈൻ ഇടിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഒരു ഡൗട്ടിൽ നിൽക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. RSI ഓൾറെഡി സി സൈഡിലേക്ക് തിരിഞ്ഞേക്കണ കാരണം കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ മഞ്ഞ ലൈനൊന്ന് ഹിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇത് ഡൗണിലേക്ക് വന്നാൽ 226ലേക്കും വരണം. ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 221 പോകണം. നേരെ മറിച്ച് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ 250 മിച്ചം ഇട്ടിട്ടാണ് താഴത്തോട്ട് വന്നിരിക്കണേ. അപ്പോൾ അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പോൾ സി ആണെങ്കിലും എടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട്, അതങ്ങ് മാറ്റിയേക്കാം. ഞാൻ വര ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇടിച്ച് നിൽക്കും എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യമേ അങ്ങ് മാറ്റിയിരുന്നെങ്കിൽ ആ ക്യാൻഡിൽ ഇറങ്ങിപ്പോയേനെ. താഴത്തോട്ട് 226 വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരേണ്ട ക്യാൻഡിലായിരുന്നത്. ഇപ്പോൾ സിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഇതിപ്പോൾ ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ 205ലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അതിനുശേഷം 205 നിന്നോ അല്ലെങ്കിൽ 202 നിന്നോ ആയിരിക്കും തിരിച്ചു മുകളിലോട്ട് പോകുന്നത് കേട്ടോ. ഇത് ബ്രേക്ക് ആണെങ്കിൽ ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവേണ്ടതാണ്. ഒന്നെങ്കിൽ ഈ ടൈം ഫ്രെയിമിൽ ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് 220ലേക്ക് പോകണം. അല്ലാത്ത പക്ഷം ഇത് ഗ്രീനിലേക്ക് കയറിയ സാഹചര്യത്തിൽ ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകണം. നമ്മളതൊരു സാധ്യത പ്രതീക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും അങ്ങ് കയറി അങ്ങ് പോകണം. നമ്മളെപ്പോഴും ആ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം മാർക്കറ്റിൽ. ഏതാണ്ടൊക്കെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്, എന്നാലും സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. അതെന്തുകൊണ്ടാണ് പറയണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 250ൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ ഒരൊറ്റ തിരിച്ചുവലിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ലോസിലേക്ക് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്ന് അലർട്ടായിട്ടിരിക്കണമെന്ന് പറഞ്ഞത്. കാരണം RSI ഓൾറെഡി സി സൈഡിലേക്ക് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പേടിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ നമ്മളിപ്പോഴും പ്രതീക്ഷിച്ചോണം. ഇല്ലാന്നുണ്ടെങ്കിൽ സേഫായിട്ട് പോയി 220ൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിലും ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടാവുള്ളൂ, വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടരുത്. കാരണം അങ്ങനെ വരുമെന്നല്ല, നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച്. പിന്നെ മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞൊക്കെ ഈ 245 ഭാഗത്തേക്കൊക്കെ വരണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം. അമ്മേ, നമ്മൾ എന്തേ ഇത്ര വൈകി എന്ന് മാത്രമാണ് നമ്മൾ ആലോചിച്ചുള്ളൂ. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 205 ആ 202 ഭാഗത്തേക്ക് ഏത് നിമിഷവും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് 250
ഓൾറെഡി ഇട്ടേക്കുന്ന കാരണം ഏത് നിമിഷവും മാർക്കറ്റിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം. അപ്പം അത് നമ്മൾ കരുതി വേണം ഇരിക്കാൻ. അങ്ങനെ കരുതി വന്നാൽ നമുക്ക് പിയിൽ പ്രോഫിറ്റ് എടുക്കാം. അത് 205 സ്വാഭാവികമായിട്ടും വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ 205 കൂടെ ബ്രേക്ക് ചെയ്താൽ ഇനി വരാനുള്ള 198. അപ്പോൾ അവിടെ എന്ത് നമുക്ക് മനസ്സിലായി? ഇവിടം വരെ മുട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കയറ്റി മാക്സിമം കയറ്റി വെക്കണം. ഏത് നിമിഷവും താഴത്തോട്ടൊരു അടി ഉണ്ടാവും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അടിയാണ് ഇവിടെ തിരിച്ച് മുകളിലോട്ട് പോയത്. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. മാർക്കറ്റിൽ ഒരു ലോ ഉണ്ടായിട്ടാണ് മാർക്കറ്റ് 100 പോയിൻ്റൊക്കെ മുകളിലോട്ടൊക്കെ പോയത്. എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരണം. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഫുൾഫില്ല് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിച്ചാണ്, ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചതാണ്. അത് ഇവിടെ നമുക്ക് പ്രോഫിറ്റാക്കി എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ 250 ഇവിടെ ഇങ്ങനെ മിച്ചം വിട്ടേക്കണ കാരണം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഒരു തിരിച്ച് വലിവ് നമ്മൾ പ്രതീക്ഷിച്ചത്. അടുത്ത ക്യാൻഡിലിൽ അറിയാം ഇത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്നാൽ പിന്നെ 198 ഭാഗത്തേക്കായിരിക്കും വരണേ. 198 ഇതിൻ്റെ ഒരു ബേസ് ഉണ്ട്. 198 199 ഭാഗത്തേക്ക്. അത് കറക്റ്റ് ഒരു 200 സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ 200 നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ DK വന്നതുകൊണ്ടാണ്. കാരണം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന സെയിം സിറ്റുവേഷനാണ് ഇന്നുണ്ടായത്. അപ്പം അതുകൊണ്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അതിനുശേഷം 199 200 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അത് മേ ബി 247 വരെയൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു റെഡ് ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചുമ്മാ ആ 250 പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മാർക്കറ്റ് ഡബിൾ ബോട്ടത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള 2 ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ഡബിൾ ബോട്ടം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡബിൾ ടോപ്പ് വന്നിട്ടില്ല. അത് സ്ട്രൈക്കിൻ്റെ DK ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് മഞ്ഞ ലൈൻ ഓൾറെഡി ടച്ച് ചെയ്യാനുണ്ട്. ആ മഞ്ഞ ലൈൻ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്യാൻഡലിൻ്റെ ഫോർമാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 250 എത്തേണ്ടതാണ്. പക്ഷേ DKയുടെ ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഈ 250 ഫുൾഫില്ല് ചെയ്യാതെ മാർക്കറ്റ് പോയി നേരെ വന്ന് ഇവിടെ യെല്ലോ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അപ്പം എന്ത് ചെയ്ത് യെല്ലോ ലൈനിൽ ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ അതൊക്കെ കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഡബിൾ ടോപ്പ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ SMAയിൽ ടച്ച് ചെയ്തു, ഇവിടെ SMAയിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതായത് ഒരു കോണോട് കോണായിട്ടുള്ള പ്രതിഭാസമാണ്. അതിപ്പോൾ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ലൈവിലുള്ളവർക്കും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ലെവലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ ഡബിൾ ചാർട്ട് വെക്കുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരൊറ്റ കേസ് ഉള്ളതുകൊണ്ടാണ്. ഈ ഡബിൾ ചാർട്ട് റീസൺ വെക്കുന്നതിൻ്റെ കാരണം തന്നെ ഇവിടെ ഡബിൾ ബോട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 250 ടച്ച് ചെയ്യേണ്ട. കാരണം 9-19 ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് CE ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 9-19 ക്യാൻഡിൽ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 248 ആ 248 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 250 ടച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ടാലിയല്ല, സ്ട്രൈക്ക് രണ്ടും തമ്മിൽ ടാലിയല്ല. അവിടെ ഡെൽറ്റ വാല്യൂവിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് പണ്ടൊക്കെ ഒരു ചാർട്ട് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചാർട്ട് വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ 250 നമുക്ക് മുട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ മുട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് തപ്പിപ്പിടിച്ച് പോയതിൻ്റെ കൂട്ടത്തിലാണ് ഡബിൾ ചാർട്ട് വെച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ചാർട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ അത്
വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ചെറിയൊരു അപ്പേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇന്ന് പ്രത്യേകം പറഞ്ഞതാണ്, ഏത് എൻട്രി എപ്പോൾ എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റോ 3 പോയിൻറ്റോ 5 പോയിൻറ്റോ ഒക്കെ സ്കാൽപ്പ് ചെയ്തോണം. അതായത് ഇന്ന് ഈ ബോക്സിന് പുറത്തോട്ട് പോകാതെ ഒരു കാരണവശാലും മാർക്കറ്റ് മൂവ് ആവില്ല. ഈ SMA ടച്ച് ചെയ്യാൻ വരെയും ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിംഗ് ആണെങ്കിൽ തന്നെ നിരവധി പോയിന്റുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പോൾ സമയവും ഓൾമോസ്റ്റ് 30 മിനിറ്റായി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഒരു തവണ കൂടെ മാർക്കറ്റ് ഈ SMA മുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞപ്പോൾ 200-ലാണ് എൻട്രി എടുത്തതെന്നുണ്ടെങ്കിലും ഒരു 199 198 ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം RSI ഓൾറെഡി സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇത് 2 പോയിന്റ് ലോസിലേക്ക് പോയാലോ, 244 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 പോയിന്റ് 250ലേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 2 പോയിന്റ് പോയാലും ബാക്കി ഇവിടെ 4 പോയിന്റ് പോയിട്ട് ഒരു 6 പോയിന്റ് വരെ 249ലേക്ക് ഒരു 5 പോയിന്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും ഇപ്പോൾ ഇപ്പുറത്ത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. 196 സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നെങ്കിൽ 196 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ 215 ടച്ച് ചെയ്യണം. ഈ 2 തീരുമാനത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുവിട തെറ്റാതെ അവിടെ ഹോൾഡ് ചെയ്യൽ മാത്രമാണ് പോസിബിലിറ്റി ഉള്ള കാര്യം. രണ്ടാമത്തെ കേസ് ഇവിടെ 243 വിത്ത് 45 ബ്രേക്ക് ചെയ്താൽ 250ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. 250 ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ 253-ലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് 5 പോയിന്റ് കറക്റ്റായിട്ട് ഇവിടെ എടുത്തിട്ട് നമുക്ക് മാറിയേക്കണം, അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടാർഗറ്റ് മുട്ടുന്ന ലെവലിലേക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ 200 തൊട്ട് 215 മഞ്ഞ ലൈനോ റെഡ് ലൈനോ 220 വരെ. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് പോയാൽ ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ തിരിച്ചു പിടിച്ചെടുക്കണം. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വരും. കാരണം 1 2 3 4 5 ക്യാൻഡിലാണ് ഒരേ സ്ഥലത്ത് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു മൂവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം CE 212 215 ഒക്കെ മുട്ടുക എന്നുള്ളതാണ്. അതിൽ 207 റിജക്ഷൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ ഒരു 212 വരെയൊക്കെ മാർക്കറ്റ് പോകുന്നത്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് 250 ഓൾറെഡി ഹിറ്റ് ചെയ്യാനായിട്ട് നേരത്തെ കിടപ്പുണ്ടായിരുന്നു പിയിൽ. അത് ആ 250 എന്നുള്ളത് 245ലേക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് താന്നിട്ടുണ്ട്. അപ്പോൾ 243 45 വിത്ത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അതൊരൊറ്റടിക്ക് 253ലേക്ക് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈസി ആയിട്ട് ഇപ്പുറത്ത് പിടിക്കാം. വളരെ വലിയ ക്യാൻഡിൽ, ബിഗ് ക്യാൻഡിൽ ഏത് സമയത്തും മാർക്കറ്റിൽ ഫോം ആവാം. ഇവിടെ എത്ര പോയിന്റ് പോയി? 243 തൊട്ട് എത്ര വരെ പോയിട്ടുണ്ട്? ഹൈ പോയേക്കണ 249 വരെ ഹൈ പോയിട്ടുള്ളൂ. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എത്രയാ? ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആണ് സ്റ്റോപ്പ് ലോസ് 196. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കേ. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോരണം. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. ഈ ഒരു ഹൈ വരെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 5 പോയിന്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ പോയിന്റ് ഓൾമോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സ്കാൽപ്പിൽ. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വലിയ വിഷയങ്ങളില്ല. അപ്പോൾ അത് ഒന്നും കൂടെ ബ്രേക്കായ ബാക്കിയുള്ള പോയിന്റും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് 253ലേക്ക് മാർക്കറ്റിനെ വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. പക്ഷെ അത് ആ ഗ്രീൻ
കൺഫേം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ലോ ഒന്നും കൂടെ താഴത്തോട്ട് പോകണം. 249, 251. ഓൾറെഡി നമ്മൾ പറഞ്ഞ ആ ടാർഗറ്റ് 250 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോകാനുള്ളത് 253 252.95 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ മൂവ്മെൻ്റ് ആണ് ഇതിൽ നിന്ന് കിട്ടിയത്. ആദ്യം ഒരെണ്ണം കിട്ടി, പിന്നെയും കുറച്ച് ഇതിൽ നിന്ന് കിട്ടി. അത് മാർക്കറ്റ് മൂവ് ചെയ്താൽ 250. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 253. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നാലും നമുക്കത് ഇപ്പുറത്ത് ഈസി ആയിട്ട് തിരിച്ച് പിടിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ ഒരു എൻട്രി ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ തിരിച്ച് ആ ക്യാൻഡിൽ പിടിക്കാം. പക്ഷെ ഇപ്പോഴും ഒരു കൺഫേം ഒന്നും മൂവ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. ഇവിടെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോരണം. അതായത് 24,728 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് SMA ആയിട്ട് സപ്പോർട്ട് എടുക്കാനായിട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. RSI ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു ഡൗൺ ട്രെൻഡാണ്. 24,728 താഴെ. ഞാൻ രാവിലത്തെ ഇതിലൊരു പ്രത്യേകം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാത്തവർ വീഡിയോയുടെ ആദ്യ ഭാഗം ഒന്നും കൂടെ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഇതിങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് ഈ SMA മൂവ് ചെയ്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ലെവലിലേക്ക് എത്തും. അതായത് ഈ ഒരു 3 ക്യാൻഡിലിൻ്റെ ലോ ലെവലിലേക്ക് SMA എത്തുമ്പോൾ ഇത് ഇവിടെ വന്ന് ഒരുമിച്ച് സംഗമിക്കാം. അപ്പോൾ ഇത് ഗ്രീനിലേക്ക് കയറും എന്നുള്ള കാര്യം നമ്മൾ രാവിലെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 256. അപ്പോൾ ഇവിടെ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ ആ ഒരു ബ്രേക്കും കഴിഞ്ഞിട്ട് 48, 10, 58, 10 പോയിൻ്റ് കൂട്ടിക്കഴിഞ്ഞാലും ഈ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞിട്ട് 5 പോയിൻ്റ് ടാർഗറ്റാണ്. നമ്മൾ പറഞ്ഞു പിയിലേക്ക് RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ SMA ഇട്ട് മുട്ടാനുണ്ട്. ഞാൻ പ്രത്യേകം അത് എനിക്ക് ഓർമ്മയുണ്ട്. വീഡിയോ കാണുന്നവർ ചിലപ്പോൾ മറന്നുപോയി കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ആദ്യ ഭാഗം എടുത്തൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. SMA താഴെയാണ്. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വരും. നമ്മൾ 2 ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 9:48 നമ്മൾ മാക്സിമം 10 മണിക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ പ്രൈസ് ട്രിഗർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ട്രിഗർ 10 മണിയോടുകൂടി 24,705 എന്ന് നമുക്ക് വിചാരിക്കാം. നേരെ ഇത് 15 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടം വരെയൊക്കെ ടച്ച് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 270, 271 വരെ നമ്മുടെ PE ടച്ച് ചെയ്യാനായിട്ട് ഓൾറെഡി ബാലൻസ് നിൽപ്പുണ്ട്. 261, 262, 10 മണിയോടുകൂടി 270 ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. അവിടെയും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ 307 മാർക്കറ്റ് പോകുന്നത്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡ് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് മാത്രം ഒരു ലോങ് ഡ്രൈവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 260 വരെ. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകണം. ഇതിങ്ങനെ നമുക്കിനി ഓപ്പൺ ചെയ്ത് വെക്കാം SMA മുട്ടുന്നവരെ. അപ്പോൾ 40 മിനിറ്റായി. നമുക്കിനി വീഡിയോ പോസ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു ടാർഗറ്റൊക്കെ എത്തുമ്പോൾ നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം. ആ ബ്ലൂ വരക്കണ്ടായിരുന്നത് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ വരച്ച ബ്ലൂ വരയിലാണ്. കളറ് മാറ്റിയാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുക. ആ ബ്ലൂ വര വരച്ചില്ലായിരുന്നെങ്കിൽ സാധനം 24,705 ടിക്ക് ചെയ്തേനെ. ആ വര ഞാൻ എന്ന് ബ്ലൂ ലൈൻ വരച്ചോ അവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. അവനത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും മാർക്കറ്റ് 24,705 ഒന്ന് ടച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫ്യൂച്ചറിലാണെങ്കിലും ഏകദേശം ആ പക്ക ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 10 മണിയോടുകൂടി ഇവിടെ എത്തുമാറാവട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഞാൻ വരച്ച ബ്ലൂ വരയിൽ കമ്പനിക്കാർ അവരുടേതായിട്ടുള്ളൊരു വര കൊണ്ട വെച്ചിട്ടുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് പോരണം. 10 മണിക്ക് 224,715 അല്ലെങ്കിൽ ഈ ഒരു ബേസ് ലെവലുണ്ട്. എവിടെയാണ്? അപ്പോൾ 24,709 എന്നുള്ള ഒരു ബേസ് ലൈനും കൂടെ ഉണ്ട്.
ആ ബേസ് ലൈനും ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ചോടും ഏറെക്കുറെയൊക്കെ കറക്റ്റാണ്. മാർക്കറ്റ് ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ 24,716 നിന്ന് ചെറിയൊരു വിക്ക് താഴത്തോട്ട് വന്നാൽ 24,709.30 ഒരു റിജക്ഷൻ ആവാനായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഫ്യൂച്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ലെവൽ എവിടെ വെച്ചാണ് മാർക്കറ്റ് മുട്ടിയെന്നൊക്കെ ആലോചിക്കണം. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നതും കാര്യങ്ങൾ വന്നിരിക്കണം. അപ്പോൾ ഈ ഒരു ആദ്യത്തെ റിജക്ഷനാണ് ഈ SMA ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു തവണ കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ വിത്തിൻ 2 or 3 ക്യാൻഡിൽ, കാരണം ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, അതേ വോളിയത്തോട് കൂടിയിട്ടുള്ള ആ ഒരു വാക്വം സ്പേസ് ഇപ്പുറത്തും ഫോം ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് 24,363 മാർക്കറ്റ് ഫാളാവും. അല്ലാന്നുണ്ടെങ്കിൽ 24,648. അപ്പോൾ എൻ്റെ പരിപാടി അത് കോസ്റ്റ് ടു കോസ്റ്റ് എടുക്കുക, ഈ RSI 15 മിനിറ്റ്സ് ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അടുത്തത് ചിലപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ വന്നേക്കാം. ആ ഗ്രീൻ ക്യാൻഡിൽ 24,744 വരെ മേ ബി വരാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ലെങ്തി ക്യാൻഡിൽ ഉണ്ടായിട്ട് ഒരു ഗ്രീൻ, ഒരു റെഡ്, ഒരു ഗ്രീനാണ് ഉണ്ടായിരിക്കണേ. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിലോട് കൂടിയിട്ടുള്ള ഓപ്പോസിറ്റ് റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കണേ. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സിമിലാരിറ്റി ഇപ്പുറത്തോട്ട് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് മേ ബി 24,744 വരെയൊക്കെ മേ ബി വന്നേക്കാം, ഉറപ്പൊന്നുമില്ല. നമ്മൾ അതൊരു പ്ലാനായിട്ട് ആക്ട് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഹൈ വോളിയം നല്ല മൂവ്മെൻറ്റ് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് അഗെയിൻ ഡൗണിലേക്ക് മാർക്കറ്റ് ഫോം ആകത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ഒരു ഗ്രീൻ വന്നതേ ഉള്ളൂ, പക്ഷെ അത് ചെറിയൊരു റെഡ് വന്ന് 24,713 ഒന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് കയറുവാണെങ്കിൽ തിരിച്ച് കയറിപ്പോളൂ. ആ തിരിച്ച് കയറിപ്പോണത് 24,731 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,748 പോകത്തുള്ളൂ. അതർവൈസ് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ 24,646 ഇവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ മഞ്ഞ ഡോട്ടിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് കയറ്റി വെക്കുക. 24,731 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 24,748 മാർക്കറ്റ് പോകും. അത് ഒന്ന് മാറ്റി വെക്കുക. ചിലപ്പോൾ ഒരു ചെറിയൊരു വിക്കും കൂടെ വരാം. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു ഏരിയ ഉണ്ട്, അതായത് 24,698. അങ്ങോട്ടൊരു വിക്ക് വരേണ്ട സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 266 70 ടച്ച് ചെയ്യാനായിട്ട് SMA മോളിൽ നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചൊരു ലോക്കിംഗ് പൊസിഷനാണ് 266 എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ മാർക്കറ്റ് ഒരു ഡൈവർജൻസിനുള്ള ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് അങ്ങ് എത്രയും കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകണം. അത്രയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി മാർക്കറ്റിൽ പക്കയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 262 ആയിട്ടുണ്ട്, ഇവിടെ കാണാം 264 ആയിട്ടുണ്ട്, 263 ആയിട്ടുണ്ട്, 64. ആ മഞ്ഞ ഈ ഇതൊക്കെ എടുത്തങ്ങ് മാറ്റാം. 224,698 എടുത്തങ്ങ് മാറ്റട്ടെ. 264. ഇപ്പോൾ മാക്സിമം കയറ്റി ഒരു 55 58 ആ ലെവലിലേക്കൊക്കെ നമുക്ക് സേഫായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നമുക്ക് കയറ്റി വെക്കണം. ഭാഗ്യം എന്നുള്ളൊരു സാധനം നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വലിയ ക്യാൻഡിൽ വന്ന പോലെ തന്നെ മാർക്കറ്റ് ഫാളാവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് കയറും. 266 ടിപ്പിലാണ് കിടക്കണത്. 255 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ. 55 53 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നോക്കിയേ, റെഡ് ക്യാൻഡിൽ, അതിന് പകരം ഗ്രീൻ ക്യാൻഡിൽ. അപ്പം അതിന് പകരം ഒരു ഡോജി ഗ്രീൻ ക്യാൻഡിൽ, അതിന് പകരം ഇവിടെ ഡോജി റെഡ് ക്യാൻഡിൽ, അതിന് പകരം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ. അപ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ആക്ട് ചെയ്താൽ അടുത്ത 10:30 മുമ്പ്, ഒന്നെങ്കിൽ മാർക്കറ്റ് 10:30 മുമ്പ് 307,
ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് 225. അപ്പോൾ 266 ഈ ഒരു ഭാഗം വളരെ സേഫായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഈ വലിവ് വരുന്നതിൻ്റെ റീസൺ ഇവിടെ RSI 2 മിനിറ്റിൽ RSI ഇവിടെ തിരിച്ച് വലിഞ്ഞ് കയറുകയാണ്. അതുകൊണ്ടാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് ആ ഒരു വലിവ് വരുന്നതിൻ്റെ റീസൺ. ഇവിടെ RSI സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അലർട്ടായിട്ടിരിക്കേണ്ട ഏരിയ, മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കേണ്ട ഏരിയയാണത്. കാരണം RSI ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. അപ്പോൾ ഏകദേശം 65-66 വരെ പോയി. പക്ഷേ മറ്റേ യെല്ലോ ലൈൻ 26 പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 67-70 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്. ഓൾറെഡി ആദ്യത്തെ 66 ടാർഗറ്റ് ഓൾറെഡി നമ്മുടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 266. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാർക്കറ്റ് മാറിയിട്ടില്ല. കാരണം ഇവിടെ കാണാം 266 എന്നുള്ളത് ഇവിടെ കാണാം. അപ്പോൾ 266.99 അതാണ് ട്രിഗർ പ്രൈസ്. 267.4 ആ ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 240, 43, 45 എടുത്താലും 25 പോയിൻ്റാണ്. ഈ 25 പോയിന്റിൽ ഒരു 10 പോയിന്റിൽ ഇപ്പോൾ ലോട്ട് സൈസ് ഇപ്പോൾ ഒരു 20 ലോട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 ലോട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്കി ഒരു 5 ലോട്ട് 2 പോയിന്റ് കയറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഇനി 2 തീരുമാനമുള്ളൂ. ഒന്നെങ്കിൽ 247 ക്യാൻഡിൽ താഴെ വന്നാൽ വിട്ടേക്കുക, നമുക്ക് അവിടെ കയറ്റി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 307 ആയിരിക്കും. ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തീരുമാനം. അതേപോലെ ഇൻഡെക്സിലാണെങ്കിൽ അത് 24,644 കൂടെ വരണം. അപ്പം നമുക്ക് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് വീഡിയോ തീർക്കാം. കാരണം 281 ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു വലിവ് വരും, കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയില്ല, അതോ തിരിച്ച് പിന്നെയാണോ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇവിടെ നിന്ന് ഫാളായി കഴിഞ്ഞാൽ നല്ല ഫാള് കിട്ടേണ്ടതാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പുള്ള കാരണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് ഒന്ന് പോയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ താഴത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് നമുക്ക് മനസ്സിലായി, ഇവിടെ തൽക്കാലം ലോക്ക് ചെയ്തിട്ട് പിന്നെ താഴത്തുനിന്നാണെങ്കിൽ വീണ്ടും നമുക്ക് എടുക്കാവേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഇതൊരു ഗ്യാപ്പ് ഫില്ല് നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊരു അടിവലിവ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഈവൻ 285 ഇറങ്ങിയിട്ട് അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ട് താഴത്തുനിന്ന് വീണ്ടും കയറിയാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടം വരെ പോയെന്നിട്ട് തിരിച്ച് വലിവ് നമ്മൾ വരുമെന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചൊരു വലിവ് മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് എവിടം വരെ പോയിട്ടുണ്ട്, അതിൻ്റെ ടിപ്പ് ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ടിപ്പിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു പിൻബാറാണ് താൽക്കാലികമായി ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഒരു ടാർഗറ്റ് അവിടം വരെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു വലിവ് താഴത്തോട്ട് വരും എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 282 ചാടി ഇറങ്ങിയിട്ട് വീണ്ടും താഴെ പോയി എടുക്കാം. ഈ താഴത്തോട്ടുള്ള ലോസ് നമ്മൾ സഹിക്കുന്നതിന് നല്ലതല്ലേ. ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൻ്റെ സ്പേസ് താഴെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു 5 പോയിന്റ് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് റീ എൻട്രി എടുത്താലും കുഴപ്പമില്ല. നമ്മളിത് എന്തായാലും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ എൻ്റെ തീരുമാനപ്രകാരം ഒന്നെങ്കിൽ ഇത് മാക്സിമം 305 എടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ 258 അല്ലെങ്കിൽ 270 താഴെ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ നമുക്ക് എഗെയിൻ അത് വിടാം. ഇനി ഒരു തവണ കൂടി 286 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 305 പോകുന്നത്.